സേതുരാമയ്യർ സിനിമയിലെ ഒരു കഥാപാത്രമുണ്ട്, ടൈലർ മണി. ജഗദീഷിൻ്റെ കഥാപാത്രമാണ്. സേതുരാമയ്യർ CBI അതിൽ അന്വേഷിക്കാൻ വരുന്നത് ഒരു കൊലക്കേസാണ്. ഒരു സ്ത്രീയുടെ ഒരാളുടെ കൊലപാതകം. അതിൽ ആ കൊലപാതകം ചെയ്ത ടൈലർ മണി തന്നെ, ക്രൂരമായ കൊലപാതകം ചെയ്ത ടൈലർ മണി തന്നെ പൗരസമിതി ഉണ്ടാക്കും, പ്രക്ഷോഭം സംഘടിപ്പിക്കും, CBI വരണമെന്നാവശ്യപ്പെടും. ഏറ്റവും ഒടുവിൽ ആ ടൈലർ മണി സേതുരാമയ്യരുടെ പിടിയിലാകുന്നതാണ് ആ സിനിമയിലെ കഥ. ഇന്നലെ യഥാർത്ഥത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കളിച്ച കളി ടൈലർ മണിയുടെ കളിയായിപ്പോയി എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഛത്തീസ്ഗഡിൽ BJP സർക്കാർ ആൾക്കൂട്ട വിചാരണ നടത്തി ജയിലിലടച്ചിരുന്ന 2 കന്യാസ്ത്രീകളുടെയും 19 വയസ്സുകാരനായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവ് സുഖുമോയ് മാണ്ഡവിയുടെയും ജയിൽ മോചനത്തെ വളരെ പോസിറ്റീവായിട്ടും സന്തോഷത്തോടെയുമാണ് ഞങ്ങളെല്ലാവരും സ്വീകരിച്ചത്, കേരളമാകെ. യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെയധികം അപകടം പിടിച്ച ന്യൂനപക്ഷ വേട്ട, ആ ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് രാജ്യത്തിൻ്റെ മുമ്പിലും പ്രത്യേകിച്ചും മലയാളികളുടെ മുമ്പിലും കൂടുതൽ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയായിട്ടാണ് കേരളമാകെ ഈ പ്രശ്നത്തെ കണ്ടത്. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ സമീപനമാണ് എടുത്തത്. പക്ഷേ ഇതിൽ കേരളത്തിലെ BJP നേതൃത്വം കാണിച്ചത് വലിയ സാമൂഹ്യ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. മലയാളികളുടെ തിരിച്ചറിയൽ ശേഷിയെ BJP ഇത്രയധികം വില കുറച്ചു കാണരുത്. ആൾക്കൂട്ട വിചാരണ നടത്തി ഇവരെ കയ്യേറ്റം ചെയ്ത് കള്ളക്കേസുണ്ടാക്കി ജയിലിലടച്ച അതേ BJP തന്നെ അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പോയി നിൽക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇന്നലെ യഥാർത്ഥത്തിൽ ആ ജയിലിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നു. അവിടെ എല്ലാ തരത്തിലുമുള്ള ആ സാഹചര്യത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള അങ്ങേയറ്റം വില കുറഞ്ഞ കളികൾ കളിക്കുന്നു. എന്താണ് BJP, ശ്രീ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ടീമും BJPയും എന്താണ് വിചാരിക്കുന്നത്? മലയാളികളുടെ തിരിച്ചറിയൽ ശേഷി, വിവേചന ബുദ്ധി അത്രയില്ലെന്നാണോ? സേതുരാമയ്യർ സിനിമയിലെ ഒരു കഥാപാത്രമുണ്ട്, ടൈലർ മണി. ജഗദീഷിൻ്റെ കഥാപാത്രമാണ്. സേതുരാമയ്യർ CBI അതിൽ അന്വേഷിക്കാൻ വരുന്നത് ഒരു കൊലക്കേസാണ്. ഒരു സ്ത്രീയുടെ ഒരാളുടെ കൊലപാതകം. അതിൽ ആ കൊലപാതകം ചെയ്ത ടൈലർ മണി തന്നെ, ക്രൂരമായ കൊലപാതകം ചെയ്ത ടൈലർ മണി തന്നെ പൗരസമിതി ഉണ്ടാക്കും, പ്രക്ഷോഭം സംഘടിപ്പിക്കും, CBI വരണമെന്നാവശ്യപ്പെടും. ഏറ്റവും ഒടുവിൽ ആ ടൈലർ മണി സേതുരാമയ്യരുടെ പിടിയിലാകുന്നതാണ് ആ സിനിമയിലെ കഥ. ഇന്നലെ യഥാർത്ഥത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കളിച്ച കളി ടൈലർ മണിയുടെ കളിയായിപ്പോയി എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അവർ തന്നെ കുറ്റം ചെയ്യുന്നു, അവർ തന്നെ ആളുകളെ പിടിച്ച് അകത്തിടുന്നു, അവർ തന്നെ ക്രൂരമായവരെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ജയിലിൻ്റെ മുമ്പിൽ പോയി ടൈലർ മണിമാരാകുന്നു. അങ്ങനെ ടൈലർ മണിമാരായാൽ അതൊക്കെ തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത മനുഷ്യരാണ്. ഇതുകൊണ്ടെല്ലാം അങ്ങ് ശരിയായിക്കോളും, ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഇതിലും മുതലെടുപ്പ് നടത്താം എന്നെല്ലാം കരുതിയാൽ അത് മലയാളികളുടെ വിവേചന ബുദ്ധിയെ BJP ഇത്ര കണ്ട് കുറച്ചു കാണരുത് എന്നാണ് BJPയോട് ആവശ്യപ്പെടാനുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ദീപികയുടെ മുഖപ്രസംഗം. അത് BJPയുടെ
ഈ ടൈലർ മണിമാർക്കുള്ള മുഖമടിച്ചുള്ള അടിയാണ്.